ഇടുക്കി നെടുങ്കണ്ടം കൂട്ടാർ സ്വദേശിനിയായ പാറക്കാട്ടിൽ ഷാമിലിയും 2 പെൺമക്കളും കഴിഞ്ഞിരുന്നത് ഈ പ്ലാസ്റ്റിക് ഷെഡിലായിരുന്നു. ഇനി അവർ അടച്ചുറപ്പുള്ള വീട്ടിൽ അന്തിയുറങ്ങും. ഒരിക്കൽ CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഇവിടെ സന്ദർശനം നടത്തി. പെൺമക്കളുമായി അന്തിയുറങ്ങാൻ തങ്ങൾക്ക് അടച്ചുറപ്പുള്ളൊരു വീട് വേണമെന്ന് കുടുംബം CV വർഗീസിനോട് ആവശ്യപ്പെട്ടു. പിന്നീട് ഇവർക്കായുള്ള വീട് നിർമ്മാണം CPIM ഏറ്റെടുത്തു. കൂട്ടാർ ലോക്കൽ കമ്മിറ്റിയാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. പാർട്ടി അംഗങ്ങളും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ഏരിയ കമ്മിറ്റിയും എല്ലാം ചേർന്ന് ആദ്യഘട്ടത്തിൽ 2 ലക്ഷം രൂപ കണ്ടെത്തി. പിന്നീട് ആക്രി വിറ്റും ബിരിയാണി ചലഞ്ച് നടത്തുകയുമൊക്കെയായി 9 ലക്ഷത്തോളം രൂപയാണ് ഇതുവരെ ലോക്കൽ കമ്മിറ്റി കണ്ടെത്തിയത്. നിലവിൽ പുതിയ വീടിന്റെ അവസാന മിനുക്കുപണികൾ നടന്നു വരികയാണ്. ഇത് പൂർത്തീകരിക്കുന്നതിനായാണ് ഇപ്പോൾ ബിരിയാണി ചലഞ്ച് നടന്നു വരുന്നതും. പാർട്ടി കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിന്റെ തീരുമാനപ്രകാരം എല്ലാ ലോക്കൽ കമ്മിറ്റിയിലും ഒരു വീട് പൂർത്തീകരിക്കണമെന്ന തീരുമാനത്തിന്റെ ഭാഗമായി നെടുങ്കണ്ടം ഏരിയ കമ്മിറ്റി അതിർത്തിയിൽ ഇത് 2ാമത്തെ വീടാണ് ഇന്നിപ്പോൾ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കൂട്ടാർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 6 മാസം മുമ്പ് തറക്കല്ലിട്ട വീടിന്റെ പണി ഏകദേശം അവസാന ഘട്ടത്തിലാണ്. അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഇന്ന് ഞങ്ങൾ 1000 ബിരിയാണികൾ വെച്ചുകൊണ്ട് ബിരിയാണി ചലഞ്ച് നടത്തപ്പെടുകയാണ്. വയനാട്ടിലെ ആളുകൾക്ക് കൈത്താങ്ങായി കേരളത്തിലെ ജനത ഒറ്റ മനസ്സോടെ പെരുമാറുമ്പോൾ അതിന് ഞങ്ങൾ സഹകരണം ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ വീടിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി നാട്ടിലെ മുഴുവൻ ആളുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനം നടത്തിയത്. തുടക്കത്തിൽ ഞങ്ങൾ പാഴ്വസ്തുക്കൾ ശേഖരിച്ച് തുടങ്ങി. അതിനുശേഷം പാർട്ടി മെമ്പർമാരിൽ നിന്ന് ചെറിയ സംഭാവനകൾ സ്വീകരിച്ചു. അതിനുശേഷം ഈ നാട്ടിലെ സമാന മനസ്കരായ എല്ലാവരെയും കൂട്ടിയിണക്കി അവരുടെ ചെറിയ സംഭാവനകളും ഇന്ന് ഈ ബിരിയാണി ചലഞ്ചും കൂടി പൂർത്തീകരിക്കുമ്പോൾ ഏകദേശം 8 ലക്ഷം രൂപയിലധികം ഉപയോഗിച്ചുകൊണ്ട് മനോഹരമായ ഒരു വീടില്ലാത്ത ഒരു കുടുംബത്തിന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ മാസം 29-ന് നിർമ്മാണം പൂർത്തിയാക്കി പുതിയ വീടിന്റെ താക്കോൽ ഉടുമ്പൻചോല MLA MM മണി കുടുംബത്തിന് കൈമാറും. CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസും VC അനിൽ എന്നിവർ രക്ഷാധികാരികളായും KGR മേനോൻ ചെയർമാനും PP സുശീലൻ കൺവീനറുമായിട്ടുള്ള കമ്മിറ്റിയാണ് ഈ സ്നേഹവീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. റിപ്പോർട്ടർ